പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ബ്രദർ സൈമൺ വടക്കൻ, പാലക്കാട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ തകർച്ചകൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, ഇതൊക്കെ വിട്ടുകൊടുക്കാൻ, സ്വയം വഹിക്കാതെ വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഏറ്റെടുക്കാനും ഒരു വ്യക്തി തയ്യാറായി നിൽക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? കർത്താവായ യേശുക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. എന്താണ് നമ്മുടെ ബലഹീനത? പലർക്കും പല രീതിയിലാണ് അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലുമുള്ള അവൻ്റെ ബലഹീനതകൾ. പാപങ്ങൾ എല്ലാവർക്കും കോമൺ ആണ്. അതൊരു ബലഹീനതയാണ്. ചിലർക്ക് കുറ്റം പറയുക, ചിലർക്ക് പലതരത്തിലുള്ള ദുഷിച്ച വാക്കുകൾ പറയുക, ചിലർക്ക് പരദൂഷണം പറയുക. അങ്ങനെ ഓരോ മനുഷ്യനും അവന് ബലഹീനതയാണ്. ചിലർക്ക് മദ്യപിക്കാൻ തോന്നുന്നു, ചിലർക്ക് പലതരത്തിലുള്ള തിന്മയുടെ ആധിപത്യത്തിലാണ്. അതുപോലെ തന്നെ ചിലർക്ക് സാമ്പത്തികമായ തകർച്ച, കടബാധ്യത, കുടുംബ വഴക്ക്, ജോലിയില്ലാത്ത പ്രശ്നം, മക്കളില്ലാത്ത പ്രശ്നം, വിവാഹ തടസ്സം, ഇതൊക്കെ അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയാണ്, ദുഃഖകരമാണ്, ബലഹീനതയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ അതും വഹിച്ച് നടക്കേണ്ട കാര്യമില്ല. ഏറ്റെടുക്കാൻ ഞാനുണ്ട്. ഏറ്റെടുക്കണമെങ്കിൽ നീ സ്വയം മനസ്സാലെ എനിക്ക് വിട്ടുതരണം. അതുപോലെ നിന്റെ രോഗങ്ങൾ, ക്യാൻസറാകാം, ഹാർട്ട് രോഗങ്ങളാകാം, കിഡ്നി രോഗങ്ങളാകാം, ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരാകാം, സോറിയാസിസ് ആകാം, അലർജി രോഗങ്ങളാകാം, മൈഗ്രെയിൻ, തലവേദനയാകാം, എന്തോ ആകട്ടെ, നീ വിട്ടുതരാൻ, എന്നെ ഏൽപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ ഏറ്റെടുത്താൽ, നിന്റെ ബലഹീനതകൾ വഹിച്ചാൽ, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കും. നിന്റെ രോഗങ്ങൾ ഞാൻ മാറ്റും, നിന്റെ ദുസ്വഭാവങ്ങൾ ഞാൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തത്? ഒന്നെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് എൻ്റെ തലവിധിയാണ്, എൻ്റെ യോഗമാണ്, മരണം വരെ ഇത് എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ